ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡയറ്റ് ഫുഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചു കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഡയറ്റ് ഫുഡ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒരു 4 മാസമായിട്ട് വർക്കൗട്ടിന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്, അതൊക്കെയാണ് ഞാൻ പറയാനുള്ളത്. എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്തത്, അതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാലറി ഡെഫിസിറ്റിനെ കുറിച്ചിട്ട്. അതനുസരിച്ചിട്ടാണ് ഞാനും എൻ്റെ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിലാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ കാലറി ഡെഫിസിറ്റ് അനുസരിച്ചിട്ട് എനിക്ക് ഒരു 1200 കാലറിയാണ് ഡെയിലി വേണ്ടത്. വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 2200 വരെ കഴിക്കാം. പക്ഷേ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് 1500 കാലറിയാണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ടും കൂടി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ഉണ്ടാവും. അതുകൊണ്ടിട്ടാണ് ഞാൻ കാലറി കുറച്ച് കഴിച്ചത്. ഇനി ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബ് കുറച്ച്, പ്രോട്ടീൻ കൂട്ടി, ഫൈബർ കൂട്ടി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചത്. അപ്പോൾ രാവിലെ ഞാൻ കഴിക്കുന്ന ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും. ഗ്രീൻ ടീ എനിക്ക് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഞാൻ കഴിക്കുന്ന ഒരു ഗ്രീൻ ടീയുടെ നല്ല ബ്രാൻഡിൻ്റെ ആണ്. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഗ്രീൻ ടീ കഴിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു ഷെയ്ക്ക് പോലത്തെ ഒരു സാധനം കുടിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പൗഡറാണ്. ആ പൗഡറും സ്കിമ്മിഡ് മിൽക്കും കുറച്ച് വാട്ടറും ഒരു ചിങ്ങമ്പഴം ഇതും കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഷെയ്ക്ക് പോലെ ആകും. അതൊരു ഏകദേശം 1.5 അല്ലെങ്കിൽ 2 ഗ്ലാസ് വരെ, ചെറിയൊരു ഗ്ലാസ് ആണെങ്കിൽ അതാണ് ഞാൻ രാവിലെ കുടിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ പുഴുങ്ങിയ കടല, അല്ലെങ്കിൽ പുഴുങ്ങിയ പയറ്, അല്ലെങ്കിൽ എഗ്ഗ്, ബോയിൽ ചെയ്ത എഗ്ഗ്, പിന്നെ അല്ലാന്നാണെങ്കിൽ വാട്ടർമെലൺ, അല്ലെങ്കിൽ പപ്പായ, അല്ലെങ്കിൽ ആപ്പിൾ. ഇത്ര സാധനങ്ങൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയുള്ളൂ. പിന്നെ ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടുകടലയില്ലേ, പൊട്ടുകടല ഞാൻ മേടിച്ച് വെച്ചേക്കും. അത് കഴിക്കാം. അത് ഫൈബറാണ്. നമുക്ക് വയറ് പെട്ടെന്ന് ഫുള്ളായ പോലെ തോന്നും. പ്രോട്ടീനുമാണ്, നല്ലതാണ്. അതിനധികം വിലയൊന്നുമില്ല. 100 ഗ്രാമിന് എന്തോ 15 രൂപയുള്ളൂ. അത് ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും കുറച്ച് ചോറ്. ഫസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചോറ് ഒഴിവാക്കിയതാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്കും കുറച്ച് ചോറ് കഴിക്കണം. കുറച്ച് ചോറ്, പിന്നെ കറി കൂടുതലെടുക്കണം. കറിയിൽ നമ്മൾ പ്രോട്ടീൻ ഇൻക്ലൂഡാണ്, ഫൈബർ ഇൻക്ലൂഡാണ്. അപ്പോൾ പയറ് അല്ലെങ്കിൽ കടല, പരിപ്പ്, അങ്ങനെ എന്തെങ്കിലും ഫൈബറായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ എന്തെങ്കിലും പച്ചക്കറികൾ, അച്ചിങ്ങ, ഞാൻ പച്ചക്കറികളൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യും. അച്ചിങ്ങ, ക്യാബേജ്, ബീട്രൂട്ട്, അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഞാൻ കഴിക്കുള്ളൂ. പിന്നെ പ്രോട്ടീനായിട്ട് മുട്ട, സോയാബീൻ അല്ലെങ്കിൽ ചിക്കൻ, ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. ആ ഉച്ചക്കത്തെ ഫുഡിൽ കാർബ്, പ്രോട്ടീൻ, ഫൈബർ എല്ലാം വേണം. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വർക്കൗട്ടിന് പോകുന്നത്. വൈകുന്നേരം ഒരു 4:30 മണിയൊക്കെ വർക്കൗട്ടിന് പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് കോഫിയില്ലേ, ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ കുടിക്കുമായിരുന്നു. അത് എനർജിക്ക് വേണ്ടിയിട്ടാണ് കുടിക്കുന്നത്. അതും ചിലപ്പോൾ ഒന്നെങ്കിലും ഒരു എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ് കഴിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നില്ല, നേരത്തെ അത് കഴിക്കുമായിരുന്നു. അത് നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ അത് കഴിഞ്ഞ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 2 എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ്, അത് കഴിക്കും. അത് കഴിച്ച് മതിയാവുമ്പോൾ സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോട്ടീൻസ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. ഒന്നെങ്കിൽ സലാഡോ അങ്ങനെ എന്തെങ്കിലും, ചിക്കൻ്റെയോ വെജിറ്റബിളിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും സലാഡ് റെസിപ്പീസൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് അതുപോലെ ഞാൻ എടുക്കുമായിരുന്നു. കുക്കുംബർ, ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ട് സലാഡ് പോലെ എടുക്കുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരു 1 അവർ കഴിയുമ്പോഴത്തേക്കും
ലാസ്റ്റ് ഞാൻ വീണ്ടും ഷേക്ക് കുടിക്കും. അതായത് രാവിലെ കുടിച്ച ഷേക്കില്ലേ, അതേ ഷേക്ക് തന്നെ വീണ്ടും നൈറ്റ് കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നല്ല രീതിക്ക് വിശക്കാണെങ്കിൽ മാത്രം ഫ്രൂട്ട്സ് കഴിക്കും. വാട്ടർ മെലനൊക്കെ നമുക്ക് എന്തോരം വേണമെങ്കിൽ കഴിക്കാം. എന്തോരം മീൻസ് ഒരു അളവുണ്ട്, അതിനനുസരിച്ചിട്ട് കഴിക്കണം. എന്നാലും വാട്ടർ മെലൻ കാലറി കുറവാണ്, പക്ഷേ അത് നല്ലോണം നമുക്ക് വയറ് നിറക്കാൻ പറ്റും. പിന്നെ പൊട്ടുകടല അതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് ഷുഗർ കട്ട് ഉണ്ടായിരുന്ന കൊണ്ടിട്ട് ഷുഗറിന് ഭയങ്കര ക്രേവിങ്സ് വരും. ഒരു 1 to 2 വീക്സ് എന്തായാലും ക്രേവിങ്സ് ഉണ്ടാവും, നല്ല രീതിക്ക് ഉണ്ടാവും. ആ ഒരു ടൈമിൽ ഞാൻ കഴിക്കണത് ചിങ്ങമ്പഴം അല്ലെങ്കിൽ ഒരു ഡേറ്റ്സ്, ഒരു ദിവസം ഒരു ഡേറ്റ്സ് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡയറ്റിൻ്റെ ആ ഒരു ഇത്. ഇതൊക്കെയായിരുന്നു എൻ്റെ ഡയറ്റ് ഫുഡ്സ്. ഇതൊക്കെ ഞാൻ നോക്കിയിട്ടാണ് എനിക്ക് വെയിറ്റ് കുറഞ്ഞത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചോട്ടെ, ഞാൻ അതിനുള്ള മറുപടി തരാം. പിന്നെ ഞാനിതിൽ മെയിനായിട്ട് ഒഴിവാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷുഗർ എന്തായാലും കട്ട് ചെയ്തു. അതുകൂടാണ്ട് മൈദയുടെ പ്രൊഡക്ട്സ്, ഇത് വീട്ടിലാണെങ്കിലും മൈദയുടെ ഒന്നും കഴിക്കില്ല, മൈദയുടെ എല്ലാം ഒഴിവാക്കി. പിന്നെ പൊട്ടാറ്റോ, കപ്പ, ഈ ഐറ്റംസ് അതൊക്കെ ഒഴിവാക്കി. പിന്നെ എണ്ണയിലിട്ട് വറുത്ത സ്നാക്സ് അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാൻ തോന്നുമ്പോഴത്തേക്കും ഈ ചിങ്ങമ്പഴവും ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് അപ്പം പോലെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. അത് നല്ലതാണ്. അത് ക്രേവിങ്സ് വരുമ്പോൾ മാത്രം, അല്ലാണ്ട് അങ്ങനെ കഴിക്കില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.